വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം. ഇതെൻ്റെ ഇന്ത്യൻ ലൈസൻസാണ്. ഞാൻ 2021 പാസ്സായതാണ്. ഇതെൻ്റെ UK ലൈസൻസാണ്. ഞാൻ 2024 ഡിസംബറിൽ പാസ്സായതാണ്. അപ്പം ഇതിൽ നിന്നും ഇതിലേക്കുള്ള ജേർണി എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. നാട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിലും ഞാൻ വണ്ടി ഓടിക്കില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഓടിച്ചിട്ടുണ്ട്, സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട്. സ്കൂട്ടർ എനിക്ക് ഓക്കെ ആയിരുന്നു. ഞാൻ സ്കൂട്ടർ എപ്പോഴും ഓടിക്കുമായിരുന്നു. പക്ഷേ കാർ ഓടിക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ ഒപ്പം കുറച്ച് തവണകളിൽ മാത്രം പുള്ളിയുടെ പ്രസൻസോടുകൂടി മാത്രം ഞാൻ ഓടിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഓടിക്കില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. ഒന്ന്, അതിനകത്തിരിക്കുമ്പം കാറിൻ്റെ വലുപ്പം എനിക്കറിയില്ല. അപ്പം ഞാൻ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും അപ്പുറം ഇപ്പുറമുള്ള കാറുകളെ ഞാൻ തട്ടുമോ അല്ലെങ്കിൽ സൈഡ് കൊടുത്ത് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഓടിക്കാറില്ലായിരുന്നു. എനിക്ക് സൈഡിലിരുന്ന് കോ ഡ്രൈവറായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് തുണിക്കടയിലെ ഡിസ്പ്ലേ ഒക്കെ കണ്ട് വെല്ലമൊക്കെ കുറച്ച് അങ്ങനെ പോകുന്നതായിരുന്നു എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ എന്നോട് ഓടിക്കാൻ പറയുമ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് വേണ്ട, ഞാൻ ഓട്ടോ വിളിച്ച് പൊക്കോളാം അല്ലെങ്കിൽ ബസ്സിൽ കയറി പൊക്കോളാം. അപ്പോൾ ആ ഒരു നേച്ചറായിരുന്നു എനിക്ക്. പക്ഷേ ഇവിടെ വന്നൊരു ഫസ്റ്റ് വിൻ്ററൊക്കെ ആയപ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലായി, എല്ലാവരും പറഞ്ഞു എന്നോട് ഡ്രൈവിംഗ് എടുക്കണം. ബിക്കോസ് ഇതൊരു എസെൻഷ്യൽ ഘടകമാണ് ഇവിടെ. കാരണം നമുക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, എസ്പെഷ്യലി ഇൻ വിൻ്റർ പീരീഡിൽ. അപ്പോൾ അതുകൊണ്ട് കാരണം സർവീസ് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ അവർലി ഒരു സർവീസൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നമുക്ക് ഊബറിനെയും ടാക്സിയൊന്നും എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് എക്സ്പെൻസീവ് ആണ് താനും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 6 months കഴിഞ്ഞപ്പോൾ തന്നെ പോസ്റ്റ് ഓഫീസ് ത്രൂ ഞാൻ പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്തു. 3 weeks കൊണ്ട് പ്രൊഫഷണൽ ലൈസൻസ് നമുക്ക് കിട്ടും. അതിനുശേഷം DVLയുടെ തന്നെ 4-in-1 കിറ്റ് ആപ്പ് വഴിയാണ് ഞാൻ അത് പർച്ചേസ് ചെയ്തു. അതിനുശേഷം അത് വെച്ച് ഞാൻ ഒരു 3-4 തവണ ഞാനത് റിവിഷൻ ചെയ്തിട്ടാണ് എക്സാമിന് പോയത്. നമുക്കൊരു തിയറി എക്സാമിന് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റും പിന്നെ ഒരു ഹസാർഡ് പെർസെപ്ഷനും ആയിരിക്കും ഉള്ളത്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഏകദേശം ആ ടെസ്റ്റ് ആപ്പിലുള്ളതൊക്കെ തന്നെ എക്സാക്റ്റ് അതല്ല, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു 6-7 months വെയിറ്റ് ചെയ്തു. ബിക്കോസ് എനിക്കൊരു ഇൻസ്ട്രക്ടർ എടുത്ത് പോയി പഠിക്കണമായിരുന്നു. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹസ്ബൻഡും കൂടെ വന്നിട്ട് പുള്ളി ജോലിക്കൊക്കെ കയറിയതിന് ശേഷമാണ് ഞാൻ പിന്നീട് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇൻസ്ട്രക്ടർ എടുക്ക പോയി പഠിച്ചു. അങ്ങനെ എക്സാം ഡേറ്റ് എത്തി. എനിക്ക് ദിവസങ്ങളോളം ആയിട്ടുള്ള ടെൻഷനായിരുന്നു. ദൈവമേ, ഇന്ത്യയിൽ വണ്ടി ഓടിക്കാത്ത ഞാനിനി ഇവിടെ വന്നിട്ട് ലൈസൻസ് കിട്ടുമോ? അപ്പം അങ്ങനത്തെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ബിക്കോസ് ഒരു 90s കിഡ്സായ എനിക്ക് എല്ലാ കാര്യത്തിലും പൊതുവേ ടെൻഷനാണ്. അപ്പം എസ്പെഷ്യലി വണ്ടിയുടെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ കൂടെ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതാണ് എനിക്ക് പേടി തോന്നിയത്. കാരണം ഇവിടുത്തെ ജയിലിലൊക്കെ പോയി കിടക്കാമെന്ന് പറഞ്ഞാൽ ഭാഷ പോലും അറിയില്ല, പിന്നെ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ പോയി. രാവിലെ 10:15 എൻ്റെ എക്സാം. ഞാൻ തോറ്റുപോയി. ബിക്കോസ് റൗണ്ട് അബൌട്ടിൽ സെക്കൻഡ് എക്സിറ്റ് പോകാൻ പറഞ്ഞു. ഞാൻ ലെഫ്റ്റിൽ നിന്നു. അത് ലെഫ്റ്റ് ഓൺലി ആയിരുന്നു. ഞാൻ റോഡ് മാർക്കിങ് നോക്കിയില്ല. എനിക്ക് ഭയങ്കര കരച്ചിലും വിഷമവും ബോധക്കേടും ഒക്കെ ആയിരുന്നു. പക്ഷേ കാര്യമില്ല, നമുക്ക് പരിഹാരം ഒന്നുമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ വീണ്ടും നോക്കിക്കൊണ്ടേയിരുന്നു അടുത്ത നെക്സ്റ്റ് സ്ലോട്ട് എന്ന് കിട്ടുമെന്ന്. ഇവിടെ സ്ലോട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് ലക്കിലി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡിസംബർ 2nd വീക്കിൽ തന്നെ എനിക്ക് ഒരു സ്ലോട്ട് കിട്ടി. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. കാരണം ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല എനിക്ക് കിട്ടുമെന്നുള്ളത്. ബിക്കോസ് നമ്മൾ പേപ്പറിൽ എഴുതുന്ന പരീക്ഷ പോലെ അല്ലല്ലോ ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാത്തിനോടും ഒരു പേടിയുള്ള ഒരു നേച്ചറാണ് എനിക്ക്. അപ്പം നമ്മൾ നമ്മുടെ ജീവനൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവനും കൂടെ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ഓടിക്കാനായിട്ടും എന്ത് കാര്യം ചെയ്യുമ്പോഴും. അത് അവരെ കൂടെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഓൾ ഹിസ്റ്ററി അത് ബാധിക്കും. അപ്പം നമ്മൾ മാക്സിമം ഭയങ്കര കെയർഫുള്ളായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പുതിയതായിട്ട് വരുന്ന എല്ലാവരും മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുക്കാൻ ശ്രമിക്കണം. എസ്പെഷ്യലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ മാനുവൽ ലൈസൻസ് തന്നെ എടുക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പം അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് UK ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന്. അപ്പോൾ അത് മാനുവൽ ലൈസൻസ് എടുക്കാൻ തന്നെ ശ്രമിക്കണം. ഞാൻ ഓട്ടോമാറ്റിക്കായി എടുത്തത് കേട്ടോ. ബിക്കോസ് എനിക്ക് അതിനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ട് ക്ലച്ചും ഗിയറും ഒക്കെ തപ്പി വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ വണ്ടി വേറെ വഴിക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് എനിവേ അപ്പോൾ എല്ലാവരും ലൈസൻസ് എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.